ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. ഇന്ന് നമുക്കൊരു ഇൻഡോർ മോട്ടറിൻ്റെ ബെയറിങ് റീപ്ലേസ്മെൻ്റ് ആണ്. ബെയറിങ് സ്റ്റക്കായിട്ട് സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളതിനെ ഒരു വുഡൻ്റെ പീസിൽ നിന്ന് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് പ്രസ് ചെയ്തപ്പം തന്നെ ആ റോട്ടർ ഇളകി വന്നിട്ടുണ്ട്. റോട്ടർ ഇളകി വന്നിട്ട് ആ റോട്ടറിൻ്റെ അതിൽ നിന്ന് നമുക്ക് ആ ഷാഫ്റ്റിൽ ബെയറിംഗ് ഉണ്ട്, രണ്ട് ബെയറിങ്. ഒരു ബെയറിങ് അതിൻ്റെ ഹൗസിങ്ങിലായിപ്പോയി, ഒരു ബെയറിങ് റോട്ടറിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അതിൻ്റെ ബാക്കിലൊരു ബോർഡ് ഉണ്ട്, ആ ബോർഡ് ഇളക്കി വെക്കണം. അത് കണ്ട സ്റ്റക്കായിട്ടിരിക്കുകയാണ്, അതിനാണ് സൗണ്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ മോട്ടറിനകത്തിരിക്കുന്ന ഹൗസിങ് ഇളക്കി എടുക്കണം. ആ ഹൗസിങ് ഇളക്കി എടുക്കണമെങ്കിൽ നമുക്ക് പ്രസ് ചെയ്താൽ വരത്തില്ല. അതിന് ഇനി നമുക്കുള്ളൊരു ചെറിയൊരു ഷാഫ്റ്റ് കൊണ്ട് വന്നിട്ട് അതിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. ഒരു ഷാഫ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് തട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ഇളകി വരും. ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. എന്താ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ ഇളകി വരും. ഇനി നമുക്ക് അതിനകത്തുനിന്ന് ആ ബെയറിങ് ഇളക്കി എടുക്കണം. അതിനകത്തിരിക്കുക ബെയറിങ്, ഒരു ബെയറിങ് അതിനകത്തായിപ്പോയി ഉണ്ട്. ആ ബെയറിങ് നമുക്ക് ഇളക്കണം. അതിൻ്റെ ഫ്രണ്ടിലോട്ട് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തട്ടി കൊടുക്കുമ്പം തന്നെ അത് ഇളകി വരും. ആ ബെയറിങ് ഇളകി വരും. അതിന് ശേഷം നമുക്ക് പുതിയ ബെയറിങ് രണ്ടിലും മാറ്റണം. വേണ്ട, അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അപ്പോഴേ ഇളകി വരും. അതിനൊക്കെ ആ ബോർഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ ആ ബോർഡ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഡാമേജ് ആയ പ്രശ്നമാണ്. ഇതാണ് ആ ബെയറിങ്. അപ്പം ഓൾറെഡി നമ്മൾ ബെയറിങ് എല്ലാം ഇളക്കിയെടുത്ത്, രണ്ട് ബെയറിങ്ങും നമ്മൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ റോട്ടർ. രണ്ട് ബെയറിങ്ങും നമ്മൾ ഇളക്കിയെടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പുതിയ ബെയറിങ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം പുതിയ ബെയറിങ്ങിൽ ഇനി രണ്ട് ബെയറിങ് നമുക്ക് അതിനകത്ത് ഇടണം. ബാക്കി രണ്ടെണ്ണം നമുക്ക് ഏതെങ്കിലും മോട്ടർ ഇതിനൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് ബെയറിങ് രണ്ട് ഇതിലും പിടിപ്പിക്കണം. അങ്ങനെ നമ്മളെ പുതിയ ബെയറിങ് നമ്മൾ ആ ഷാഫ്റ്റിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് രണ്ടും പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വൈസുണ്ട്, വൈസിനകത്തോട്ട് വെച്ചിട്ട് ചെറുതായിട്ട് ആ വുഡൻ്റെ പീസ് വെച്ചൊന്ന് ചെറുതായിട്ട് തട്ടി കൊടുത്താൽ മതി. തട്ടി കൊടുക്കുമ്പോൾ തന്നെ രണ്ട് ബെയറിങ് കറക്റ്റായിട്ട് സെറ്റ് ആയിക്കോളും. ഇപ്പം ഓൾമോസ്റ്റ് നമ്മൾ അത് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അല്ലാതെ വേറെ വലിയ ഇത് ഹാമർ വെച്ച് അടിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. അത് വെച്ച് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ നമ്മളെ ഷാഫ്റ്റിന് ബെൻഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പം രണ്ട് ബെയറിങ്ങും അതിനകത്തിട്ട് എന്നിട്ട് ആ വുഡൻ്റെ പീസ് വെച്ച് തട്ടിപ്പോൾ കണ്ട ഏകദേശം റെഡിയായി. ബെയറിങ് രണ്ടും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മോട്ടറിനകത്ത് പിടിപ്പിക്കണം. മോട്ടറിനകത്ത് പിടിപ്പിച്ചിട്ട് പിന്നെ അതിൻ്റെ ബാക്കിലൊരു ബോർഡ് വരുന്നുണ്ട്. ആ ബോർഡ് നമ്മളതിൽ സെയിം അതിൽ കറക്റ്റായിട്ട് വെക്കണം. ആ ബോർഡ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ബാക്ക് ഹൗസിങ് പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ വുഡൻ്റെ പീസ് വെച്ച് ചെറുതായിട്ട് അടിക്കുമ്പോൾ തന്നെ അത് പ്രസ് ആകുന്നുണ്ട്. ഇതാണ് ബോർഡ്. ആ ബോർഡ് കറക്റ്റായിട്ട് അതിൽ വെക്കണം, ടച്ച് ആവാത്ത രീതിയിൽ. അതിൻ്റെ ഡയറക്ഷനുണ്ട്, ആ ഡയറക്ഷൻ അനുസരിച്ച് അതിൽ വെക്കണം. അതിനുശേഷം നമുക്ക് ആ ഹൗസിങ് ഉണ്ട്, ഹൗസിങ് എടുത്ത് അടച്ചതിന് ശേഷം ആ വുഡൻ്റെ പീസ് വെച്ച് രണ്ട് തട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് പ്രസ്സാവും. പ്രസ് ടൈപ്പ് ഉള്ളതാണ്, പ്രസ്സിങ് ടൈപ്പാണത്. അങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ അത് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സ്മൂത്ത് ഡയറക്ഷൻ കാണിച്ചു തരാം. ഇപ്പം ഏകദേശം വർക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിൻ്റെ സ്മൂത്ത് ഡയറക്ഷനാണ് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ സ്മൂത്ത് ഡയറക്ഷൻ. കുഴപ്പമില്ല. ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് മറ്റൊരു